ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ജിബിൻ ടെക് വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മാങ്ങ ജ്യൂസ് അടിച്ചാലോ. അപ്പോൾ ഈ മാങ്ങേൻ്റെ പേര് മല്ലിക മാങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ നിന്നല്ല, സേലത്തു നിന്ന് കൊണ്ടുവന്ന് വാങ്ങിയത്. അപ്പോൾ ഇന്ന് ഈ മാങ്ങ ജ്യൂസ് അടിക്കാം നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ മാങ്ങ ജ്യൂസ് അടിക്കുന്ന വീഡിയോ ആണെന്ന്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഗൈസ്, അപ്പോൾ നമ്മൾ മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒരു അടിപൊളി മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമൊക്കെ മാങ്ങ. പിന്നെ അപ്പം നമ്മൾ മാങ്ങ ഓൾറെഡി ഇതാണ് ഈ മാങ്ങ. ഇതിൻ്റെ വേറെ മാങ്ങയുണ്ട്, നല്ല കളറുണ്ട്. അപ്പം അങ്ങനെ മാങ്ങ എടുത്തിക്കണേ. പിന്നെ 2 ഏലക്കായ എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത് രണ്ടും വെച്ച് നമുക്ക് ആദ്യം അടിക്കണം ജ്യൂസ്. പിന്നെ നമ്മൾ ഇതിന് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഏലക്കായ്, പാല്, പഞ്ചസാര. അപ്പം നമുക്ക് അതിന് വേണ്ടി അനുസരിച്ച് പാലും പഞ്ചസാരയൊക്കെ കറക്റ്റാക്കി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ഉണ്ടാക്കുന്ന വീട്ടിലേക്ക് നേരെ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ജ്യൂസിൻ്റെ ജാർക്ക് കണ്ടോ, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം നമ്മൾ മാങ്ങയും ഏലക്കായും വെച്ചാണ് കിട്ടുന്നത്. അപ്പം കുറച്ച് മാങ്ങ ആദ്യം ഇടാം. ഒരു ഏലക്കായി ചാടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് മൂടി അടക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്കിതൊന്ന് മിക്സി വെച്ച് അടക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മാങ്ങയിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് വെക്കാം. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം കൂടൊക്കെ വേണമെങ്കിൽ കുറച്ച് തണുത്തുള്ളം പറഞ്ഞാണ്ട് കുറച്ച് കൂടുതലാക്കാം. അപ്പോൾ നല്ല കട്ടി ഉണ്ടാവും. നമ്മളിപ്പോൾ അടിച്ചുകൊണ്ട് കുറച്ച് പച്ചവെള്ളമൊക്കെ പറഞ്ഞാണ്ട് ശരിയാക്കണമെങ്കിൽ അപ്പോൾ കട്ടി കുറയും. ഇനി നമുക്കിത് കുറച്ച് തണുത്തുള്ളമൊക്കെ പറഞ്ഞാണ്ട് ഇത് കൂളാക്കാം. ഓക്കെ, അപ്പോൾ ഇനി ടെസ്റ്റിംഗ് ആണ് നമ്മളെ മാംഗോ ജ്യൂസ്. അപ്പോൾ നല്ല കട്ട കളറിലായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഓറഞ്ച് കളറിലായിട്ട് വന്നത്. നിങ്ങൾക്കിപ്പോൾ മഞ്ഞ കളറിലാണ് ഇത് കാണാൻ കഴിയുന്നത്. ഇതുള്ള ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓറഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത്. ഈ മല്ലിക മാങ്ങയില്ലേ, അതുകൊണ്ട് കുറച്ച് കളറിൽ വന്നിരിക്കണേ. അപ്പോൾ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അടിപൊളിയുണ്ട്. അപ്പം മധുരം കറക്റ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഏലക്ക ചേർത്തില്ലേ, അതുകൊണ്ട് അതിൻ്റെ സ്വയമായിട്ട് വേറെ ഒരു ഇതായിട്ട് വരുന്നുണ്ട്. നമ്മൾ എങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ല. പിന്നെ നല്ല കട്ടിയുണ്ട് കേട്ടോ മാങ്ങക്ക്. നല്ല പൊടിയിലെ മാങ്ങയാണ്, അതുകൊണ്ട് നല്ല കട്ടിയുണ്ട്. മല്ലിക മാങ്ങ എൻ്റെ പേര്. അപ്പം സേലത്തിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പം ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അടിപൊളിയുള്ള സാധനം. മാങ്ങ പച്ചടി അങ്ങനെ നിന്നാൽ തന്നെ ഇതേമാതിരി തന്നെ നമ്മൾ പാലും ചേർത്തുണ്ടെങ്കിലും ഇതേമാതിരി തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ നമ്മളുടെ ഇതുപോലത്തെ ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടിയിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ മാങ്ങ ഇതൊന്നും അപ്പം നമ്മളത് ഫുള്ള് കുടിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുടിച്ച് ഉച്ചക്ക് ചോറിനുള്ളതിന്. അപ്പം ഇത് കുടിച്ചപ്പം അടിപൊളി സാധനമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞ ആ ഏലക്ക ഇട്ടാണ്ട് ചെയ്യാം. ഓക്കെ, സാധാരണ ഏലക്ക ഇടുമോ? ഇല്ല, കടയിലൊന്നും ഏലക്ക ഇടില്ല. അപ്പം ഏലക്ക ഇട്ടാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ മറ്റേ മാങ്ങണ്ട് ഇവിടെ കണ്ടോ. അപ്പം ഇത് വേണോ? വേണ്ടല്ലേ, കിട്ടുന്നുണ്ട. അപ്പം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ക്ലിക്കുകയാണെങ്കിൽ നമ്മളുടെ പുതിയ വീഡിയോസൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം. അതുപോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്ത് കാറ്റഗറിയിലാണ് കൂട്ടുന്നത് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഞാൻ അത് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ ടൈം കിട്ടുന്നില്ല. പ്ലെയർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയാൽ നിങ്ങൾക്ക് കാണാം സ്പെഷ്യൽ പറഞ്ഞ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് അടിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണമെങ്കിൽ എൻ്റെ പുതിയ അപ്ഡേഷൻസ് അതിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തുടങ്ങിയൊരു സംഭവമാണ്. ഞാൻ ആദ്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇനി പിന്നെ ബാക്കിൽ കണ്ണാടി കാണുന്നുണ്ടല്ലേ, അങ്ങനെ അങ്ങോട്ടും കാണുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ അടുത്ത മികച്ച വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.